അപ്പോൾ ജിഷ്ണു കെ മനോജ് കഥക് തുറന്നു വരുന്നു. കഥക് തുറന്ന് വന്ന് അതിശയിക്കുന്നു. ജിഷ്ണു കെ മനോജ് കെട്ടിപ്പിടിക്കുന്നു. ജിഷ്ണു കെ മനോജ് അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് അത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ നമ്മൾ ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രിയയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത്. ദേവപ്രിയയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടികളെ, അനിയന്മാരെ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എസ്പെഷ്യലി ആദ്യം എനിക്ക് പറയാനുള്ളത്, കല്യാണമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പരമമായ ലക്ഷ്യം ഉന്നതമായ വിദ്യാഭ്യാസം നേടുക. രണ്ടാമത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. മറ്റൊരാളെ ആശ്രയിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ളൊരു പരിധിയിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. സ്വയം സെൽഫ് റെസ്പെക്റ്റ് മുൻനിർത്തി ഇന്നും ചില ചന്തകളിലും കവലകളിലും റോഡിൻ്റെ വശങ്ങളിലൊക്കെ വാർദ്ധക്യ സഹജമായ എല്ലാ അസുഖങ്ങളോടും കൂടി ചേർന്നിട്ട് ഒരു 100-200 രൂപയ്ക്കുള്ള ചില പച്ചക്കറി മറ്റുള്ള കാര്യങ്ങൾ മാത്രം വിൽക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണാം. അവരെ മനസ്സിലാക്കണം. സെൽഫ് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഫ്രീഡം, സ്വന്തം പൈസ കൊണ്ട് ജീവിക്കുക. കല്യാണമാണ് എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം. ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടിയെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുന്ന അവൾ കെട്ടിച്ചു കൊടുത്താൽ മാത്രമേ അവൾ രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്ന ചില കൂപമണ്ഡൂകങ്ങളായ പാരമ്പര്യം കൊണ്ടു നടക്കുന്ന ചില അച്ഛനമ്മമാർ, എല്ലാവരുമല്ല. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ പെൺകുട്ടിക്ക് എന്ന് വെച്ചാൽ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില അഡോളസെൻസിൽ നിന്ന് അതിൽ നിന്നും ഒരു ഇതിലേക്ക് മാറുമല്ലോ. ആ ഒരു പീക്ക് യൗവനത്തിൻ്റെ ആ ഒരു ഇതൊക്കെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ചാടിപ്പോകാനും പെട്ടെന്ന് ഒരാളോടൊപ്പം ജീവിതം പ്രണയത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് കിടക്ക പങ്കിടാം എന്നുള്ള മോശമായിട്ട് പറഞ്ഞല്ല, അതൊക്കെ ലൈഫിൽ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. എങ്കിലും അവരുടെ ത്വര മറ്റു പല കാര്യങ്ങളാണ്, പല ആവശ്യങ്ങളാണ്. നിറവേറ്റപ്പെടുന്ന സമയത്ത് അത് മടുപ്പിലേക്ക് പോകും. മടുപ്പിൽ പോയതിന് ശേഷം പ്രശ്നങ്ങളാവും. ഇന്നും കൂടെ കണ്ടതാണ്, ഏതൊരു നാട്ടിലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺകുട്ടിയെ പച്ചയ്ക്ക് അടിച്ച് കൊല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, കല്യാണമല്ല എല്ലാത്തിൻ്റെ അവസാനം. ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വിഷയം, യൂട്യൂബർ ദേവപ്രിയ MNO എന്തോ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ കുറിച്ചൊന്നും ഞാൻ ചെയ്തിട്ടുള്ളതെന്നല്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കമൻറ്റാണ്. അതായത്, നിങ്ങൾ യൂട്യൂബർ ദേവപ്രിയയുടെ വീഡിയോ ചെയ്യുന്നില്ലേ മാരേജിനെ കുറിച്ച്? ഞാൻ അപ്പോഴാണ് ഈ വിഷയം അറിഞ്ഞത്, എന്താ വിഷയമെന്ന്. സത്യം പറഞ്ഞാൽ ഞെട്ടൽ മാത്രം തന്നെയാണ്. പിന്നെ ആദ്യം തന്നെ അവർ വിവാഹം കഴിഞ്ഞ് പോയവരാണ്. 19 വയസ്സുള്ള പെൺകുട്ടി, 30-32 വയസ്സുള്ള പുരുഷനും. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടി ഒരു ലോ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നു. 19 വയസ്സ് മാത്രം പ്രായം. എനിവേ, അപ്പോൾ അവർ വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു കുടുംബം തുടങ്ങിയതിന് ശേഷം വന്നിരുന്ന് അവരെക്കുറിച്ച് അപരാധം പറയുന്നൊരു കാര്യം ഒരിക്കലും ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് ആശംസകൾ മനസ്സുകൊണ്ട് നൽകുന്നു. നല്ലതായിട്ട് തന്നെ ജീവിക്കൂ, നല്ലത് തന്നെ വരട്ടെ. എന്നാൽ സമൂഹത്തിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത, ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. ആ പെൺകുട്ടി പറഞ്ഞതും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നതും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരൻസ് കുറേ അധികം ആൾക്കാരൊക്കെ ഈ കേൾക്കുന്ന സമയത്ത് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കുറച്ച് കാര്യം. ഓക്കെ, കേൾക്കാം. വിവാഹത്തിന് പിന്നാലെ വിശദീകരണവുമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ. വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം. ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത്. ഡിസംബർ 17-നാണ് മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും 19-കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മനോജുമായി വിവാഹിതയായത്. പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു. ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രിയയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത്. ദേവപ്രിയയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം, അതായത് ഈ പെൺകുട്ടി ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആ പയ്യൻ, ആ മനുഷ്യൻ, അയാളൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഒരു വ്യക്തിയുടെ വളരെയധികം അഡ്വൈസ് കൊടുക്കാനും അവരുടെ മാനസികമായിട്ടുള്ള നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സൈക്കോളജിസ്റ്റ്. ഓക്കെ, സൈക്കോളജിസ്റ്റുകൾ വളരെയധികം വലിയൊരു ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നിറവേറ്റുന്നവരുടെ കടമ. വളരെ വലുതാണത്, ചെറുതല്ല, വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. 17 വയസ്സ് ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടിയുടെ ഭാഗം രണ്ടാമത് വരുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കാം. ആദ്യം കേൾക്കാം. തമ്മിലുള്ള പ്രായ വ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. 19 വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല. 31 വയസ്സുള്ള ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട്. അവളുടെ എല്ലാ 19 വയസ്സ് ഈ പെൺകുട്ടിയുടെ പ്രായം. ഇപ്പോൾ 31 വയസ്സ് അദ്ദേഹത്തിൻ്റെ പ്രായം. 19, 20, 31, അതായത് ഏതാണ്ട്
12 വയസ്സിൻ്റെ ഡിഫറൻസ് അല്ലേ, 19, 29, 31, അതെ. അപ്പോൾ 12 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൊരു വ്യക്തി. ഓക്കെ, നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത്. വിവാഹത്തിന് ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം തന്റേതാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി വീട്ടുകാരെ അറിയിച്ചെങ്കിലും സമ്മതിച്ചിരുന്നില്ല. ഇതിന് പുറമെ മാനസികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾക്കിടയിലുള്ള പ്രായ വ്യത്യാസത്തെപ്പറ്റി സംസാരിച്ചതായും ഉചിതമായി കൈക്കൊണ്ട തീരുമാനമാണെന്നും വിശദീകരിക്കുന്നു. വിവാഹം തന്റെ ഭാവിയെ ബാധിക്കില്ലെന്നും പോസ്റ്റിൽ ദേവപ്രിയ പറഞ്ഞു വയ്ക്കുന്നു. ഇറ്റ്സ് ദേവപ്രിയ എന്ന പുതുതായി. ഓക്കെ, അപ്പം പുള്ളിക്കാരത്തിയുടെ ഈ ഒരു പോസ്റ്റും ഐഡിയ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഇതിനകത്ത് പുള്ളിക്കാരത്തി തന്നെ പുറത്തുവിട്ട ആ ഒരു പോസ്റ്റിൻ്റെ അകത്തൊരു ചെറിയൊരു ഭാഗം, അത് നമ്മളെ ശരിക്കും നമുക്കൊരു അത്ഭുതമല്ല, നമുക്ക് ആശാസ്യമല്ല. ഓക്കെ, അത് ആശാസ്യമല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോഴും ഞാൻ പറയുന്നത്, സ്റ്റിൽ ഒരാൾ വിവാഹം കഴിച്ച് പോയതിന് ശേഷം നമ്മൾ അവരെ പിടിച്ചെടുത്ത് കുറ്റം പറയുന്നൊരു കാര്യം ശരിയല്ല. ഇതാണ് അവർ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന അവരുടെ എന്താണ് ഒരു മാരേജ് ഫോട്ടോ. നല്ലത് വരട്ടെ. സ്റ്റിൽ ഞാൻ പറയുന്നു, ആ മാതാപിതാക്കളുടെയൊക്കെ ഒരു അവസ്ഥ കൂടെ ചിന്തിക്കണം. അതായത് ഈ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അതിനെ നല്ലൊരു നിലയിൽ എത്തണമെന്ന് കരുതിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തു കൊടുത്തത്. സഹോദരനടക്കമുണ്ട്, സഹോദരനാണ് ആ ഒരു ഇൻസ്റ്റയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ, അപ്പം ഇത് ജിഷ്ണു കെ മനോജുമായിട്ടുള്ള മാരേജ്. ജിഷ്ണു കെ മനോജിൻ്റെ ഐഡിയോടെ ഇതാണ് ജിഷ്ണു കെ മനോജ്. അപ്പോൾ ജിഷ്ണു കെ മനോജ് കഥക് തുറന്നു വരുന്നു. അതിശയിക്കുന്നു. ജിഷ്ണു കെ മനോജ് കെട്ടിപ്പിടിക്കുന്നു. ജിഷ്ണു കെ മനോജ് അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് അത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ നല്ലതായിട്ട് വരട്ടെ. ഞാനിപ്പോഴും പറയുന്നു, നല്ലതായിട്ട് വരട്ടെ. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ ഒരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഐഡൻറ്റിറ്റി പരിപാടി, എന്ത് പ്രൊഫൈൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, സൈക്കോളജിസ്റ്റ്. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്താണ്, എന്ത് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്തെങ്കിലും കാണുമായിരിക്കും, കലാമേഖല ആയിരിക്കും മേ ബി. നമ്മളെ മാറ്ററല്ല അതൊക്കെ. അദ്ദേഹം എന്തെങ്കിലും പെർഫോം ചെയ്യട്ടെ. ഇനി എന്തായാലും പെർഫോമൻസ് കാണാം. ലൈഫ് നന്നായിട്ട് വരട്ടെ. ഓക്കെ, ഇതിനകത്ത് ദേവപ്രിയ പങ്കുവച്ചേക്കുന്ന പോസ്റ്റ് ഇതാണ്. അത് ഞങ്ങളിതങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയെ പിടിച്ച് ചേറിൽ നിർത്തുന്നുണ്ട്. ഓക്കെ, ഇത് പുള്ളിക്കാരത്തിക്ക് മാരേജിൻ്റെ ഇതൊക്കെ ഇടുന്നതാണ്. ഞാൻ ചോദിക്കുന്നതാടേ ഒരു കാര്യേ, ഈ അച്ഛനും അമ്മയൊക്കെ നമ്മൾ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും അപ്പനെ അമ്മയൊക്കെ ചുമ്മാ കുറ്റം പറയും. അപ്പൻ അത് ചെയ്തു, അമ്മ ഇത് ചെയ്തു, ടോക്സിസിറ്റി, അട്രോസിറ്റി, മറ്റത് മറിച്ചത് എന്നൊക്കെ നമ്മൾ ഏതിനും ഈ മാതാപിതാക്കളുടെ തലയിൽ കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്താലും അവരുടെ നിഴലിൽ വളർന്നുകൊണ്ട് പറയും. ഈ പെൺകുട്ടി ഈ ഒരു ബന്ധത്തിലേക്ക് പോയ സമയത്ത് ആ സഹോദരൻ പറയുന്ന പ്രകാരം അത് എതിർത്തു. കാരണം അത്രയും ഒരു ഏജിൻ്റെ സംഭവം, അതുപോലെ തന്നെ ഇവളൊരു കൊച്ചുകുട്ടിയാണ്, പഠിക്കേണ്ട പ്രായമാണ്, പഠിക്കണം എന്നൊക്കെ പറഞ്ഞെടുത്തപ്പം അതെല്ലാം വകവയ്ക്കാതെ അദ്ദേഹത്തിനോട് ഇറങ്ങിപ്പോയി. അദ്ദേഹം നോക്കിയ സമയത്ത് 31 വയസ്സ്, ഈ ഒരു 19 വയസ്സെന്നുള്ളൊരു പ്രായത്തിലുള്ളൊരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മഷിയിട്ട് നോക്കിയാലും കിട്ടാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചതായിരിക്കാം. ഇനിയാണ് കഥ വരുന്നത്. പെൺകുട്ടി തന്നെ ഷെയർ ചെയ്തേക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല, കേൾക്കണം. യെസ്, ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നതാണ്. യെസ്, ഐ ഗോട്ട് മാരീഡ് ഓൺ 17/12/2025. അത് 17-ാം തീയതി ഞങ്ങൾ മാരേജ് കഴിഞ്ഞു. ഈ വർഷം ഈ മാസം ഡിസംബർ മാസം 17-ാം തീയതി. ഐ ആം ദേവപ്രിയ, 19 years old and a law student. My husband is Jishnu K. Manoj, 31 years old and a psychologist. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. വി മെറ്റ് 2 years ago ആസ് ഫ്രണ്ട്സ്. അതായത് നമ്മൾ കണ്ടുമുട്ടിയത് 2 വർഷത്തിന് മുമ്പാണ് ഫ്രണ്ട്സായിട്ട്. അഥവാ ആ കുട്ടിക്ക് 16 or 17 വയസ്സോ പ്രായമുള്ള സമയത്ത് ഇവർ തമ്മിൽ കണ്ടുമുട്ടി എന്നാണ് ആ കുട്ടി പറയുന്നത്. ഏതാണ്ട് 17 വയസ്സ് അല്ലെങ്കിൽ 16 17 വയസ്സ്, ആ ഒരു പ്രായം. അപ്പോൾ ആ സമയത്ത് കണ്ടുമുട്ടി നമ്മൾ ഫ്രണ്ട്സായി മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ പ്രായം ഏതാണ്ട് 29 വയസ്സൊക്കെ ആവാം അല്ലേ. 29 വയസ്സുകാരൻ ഒരു 17 വയസ്സുകാരിയെ കണ്ടുമുട്ടി ഒരു ഫ്രണ്ട്സായി. ഒരു തെറ്റൊന്നുമില്ല കേട്ടോ, അത് തെറ്റാണല്ല. മൈ ഫാമിലി ഇൻട്രൊഡ്യൂസ് ഹിം ടു മീ. ഓക്കെ, കുടുംബമാണ് അവിടെയും, ഫാമിലിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അവരൊക്കെ കൊച്ചു മുതലേ ഫ്രണ്ട്സാണ്. ഓക്കെ, ഓവർ ടൈം we spoke regularly and realized that we shared similar interests, values and compatibilities, and before entering into the relationship we openly discussed the age differences and the possible consequences. നമ്മൾ ഈ ഏജിൻ്റെ ഡിഫറൻസസിനെ കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. ഇവർ രണ്ടുപേരും തമ്മിൽ. There was no problems or planning love story. Our friendship developed naturally after I became a legally recognized adult. It
ലീഗലി റെക്കഗ്നൈസ് എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ കുട്ടി എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഇറ്റ് ടേൺഡ് ഇൻ ടു എ റിലേഷൻഷിപ്പ് ആൻഡ് ഡിസൈഡ് ടു മാരി ഹിം. ദിസ് ഡിസിഷൻ വാസ് എൻറ്റയർലി മൈ ഓൺ. ഐ വാസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ്, പ്രഷർഡ് ഓർ ഫോഴ്സ്ഡ് ബൈ എനിവൺ. ഞാൻ ആരുടെയും ഫോഴ്സ് പ്രകാരമോ പ്രഷർ പ്രകാരമോ ഇൻഫ്ലുവൻസ് പ്രകാരമോ ഒന്നും അല്ല ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. As a psychologist, he clearly explained the emotional and life changes that may occur as I grow older. ഇവിടെയാണ് മറ്റൊരു സംഭവം. ഒന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ 17 വയസ്സ് 16 വയസ്സ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ 16-17 വയസ്സ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെടുന്ന സമയത്ത് വീട്ടുകാരുടെ ഇതിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ വീട്ടുകാരുടെ തന്നെ കുടുംബ സുഹൃത്തായിട്ട് മാറുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയായിട്ടൊക്കെ കാണാൻ കഴിയുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. അല്ലേ? അപ്പോൾ ആ പ്രായത്തിലുള്ളൊരു കുട്ടിയെ സൈക്കോളജിസ്റ്റ് എന്നുള്ള ലെവലിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഡോളസൻ ലെവലിലുള്ള ഇഷ്ടമോ പ്രണയ നൈരാശ്യമായിട്ട് ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരുടെ എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം ആദ്യം പറയുന്നത്, മോളെ ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പ്രായമാണ്, നിങ്ങളിപ്പോൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക, നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എത്തിക്സിനെ മാറ്റിക്കൊണ്ട് സ്വന്തം ലൈഫിൻ്റെ അകത്ത് ആ സാധനം പാടെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിക്ക് 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് നീ ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് പഠിക്കുക, നല്ല വിദ്യാഭ്യാസം നേട്, നിൻ്റെ ഒരു കുറച്ച് കാലം കൂടെ കഴിഞ്ഞതിന് ശേഷവും നിനക്ക് നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിന് പകരം തനിക്ക് 31 വയസ്സായി, അതുകൊണ്ട് താൻ 19 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടി തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം എന്ത് തരത്തിലുള്ള നേട്ടമാണ് ആ കുട്ടിക്ക്, ഓക്കെ മേ ബി നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്. നമുക്കിപ്പം ഇവരെ ഞാൻ പറഞ്ഞല്ലോ മാരീഡ് ആയ വ്യക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പുതിയ ജീവിതം തുടങ്ങി വെക്കുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾ കോൺട്രവേഴ്സിയിൽ പിടിച്ചൊന്നും ശരിയല്ല. ബട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നൊരു സംഭവം. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം പബ്ലിക് ഡൊമൈനിലേക്ക് എത്തി. അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി 19 വയസ്സ് പ്രായത്തിൽ മറ്റൊരു ഒളിച്ചോട്ടത്തിലൂടെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി, ഒരു പ്രായം മറ്റുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല, എങ്കിലും കണ്ടെത്തി ആ ഒരു പ്രായത്തിൽ വിവാഹം കഴിച്ചതിനൂടെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. 19 വയസ്സ് പ്രായത്തിൽ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഇതിൽ ഇൻഫ്ലുവൻസ് ആവത്തില്ല സമൂഹത്തിൽ ഇവരെ കാണുന്ന പല ആൾക്കാരും. അതൊരു ആശാസ്യകരമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് മാത്രമാണ് ഒരു ലളിതമായ ചോദ്യം. അല്ലാതെ ഒരിക്കലും ഞാൻ അവരെ വലിയൊരു ഒഫൻസ് കാണിച്ചു. കാരണം കുഞ്ഞുനാൾ മുതലേ ഈ ഒരുമിച്ച് പഠിച്ച് വളർന്നു വന്ന പല ആൾക്കാരും പിൽക്കാലത്ത് വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചിന്തിച്ചുകൂടെ, അവർ ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് വന്നവരാണ്. ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ പരിചയപ്പെടുത്തി പിന്നീട് ഇങ്ങനെ കല്യാണത്തിലേക്ക് വന്നു. സോ ആസ് എ സൈക്കോളജി ഐ ക്ലിയർലി ഓക്കെ ഇതെല്ലാം പറഞ്ഞു. ഓക്കെ, any allegations claimed that my husband's influenced me before I became an adult or completely false and do not represent the truth. സത്യമല്ല എന്ന് പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സത്യമല്ല എന്നൊക്കെ പറഞ്ഞു. വി വിഷ് ടു ഹാവ് അവർ പാരൻസ് അപ്രൂവൽ. നമ്മൾ വീട്ടുകാരുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഐ സ്പോക്ക് ടു മൈ പാരൻസ് സെവറൽ ടൈംസ് അബൌട്ട് മൈ റിലേഷൻഷിപ്പ്. മൈ ഹസ്ബൻഡ്സ് ഫാമിലി ഓൾസോ ട്രൈ ടു റിപ്പീറ്റഡ്ലി ത്രൂ ദ ഫോൺ കോൾസ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു സ്പീക്ക് വിത്ത് ദം. ഐ ക്ലിയർലി ഇൻഫോംഡ് മൈ പാരൻസ് ആൻഡ് that I would marry only after completing my education and studies. However, they did not accept this and were not interested in approving the marriage. അവർ പറഞ്ഞു എന്താണ് പഠിത്തത്തിന് ശേഷവും മറ്റുള്ള സമയങ്ങളിൽ ഒന്നും കല്യാണം കഴിച്ചു കൊടുക്കൂല എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അവർ ഡിനേ ചെയ്തു എന്നുള്ളതാണ് കുട്ടിക്ക് പറയാനുള്ളത്. There were also several other issues involved which I do not wish to make publicly പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചു ആ കുട്ടിയുടെ ലൈഫിൽ എന്നാണ് ആ കുട്ടി പറയുന്നത്. After many attempts, emotional struggles and discussions, we decided to get married. After I eloped, I informed my father that I was going to get married. After the marriage, I also spoke with my mother. There are the facts. These are the facts. ഇതൊക്കെയാണ് സത്യം. വീട്ടുകാരോട് പറഞ്ഞിരുന്നു, അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നു. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു എൻ്റർ ദ ഫോഴ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആര് ഫോഴ്സ് ചെയ്തിട്ട് ഒന്നുമല്ല. However, there are also people who intentionally target and bully us. Their actions do not affect us. No one can destroy us. Real life and real life are different. Judging someone solely based on reels, photos or posts does not reflect who they are truly are. You do not know us personally. Anyway, അത് സത്യമാണ്. നമുക്ക് ആർക്കും നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആ കുറ്റം പറയുന്നതിനിടയിൽ ഞാനില്ല. ബട്ട് ഫാക്ട്സ് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങളൊക്കെ ഒരു പബ്ലിക് ഫിഗറൊക്കെ ആകുമ്പോൾ. അതായത് നമ്മുടെ ഈ അഭിജിത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കമൻറ്റാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്. അയ്യോ, ഇതിനിടയ്ക്ക് അത് പോയോ? വെയിറ്റ്. ഓക്കെ, എവിടെ അത്? ഐ എം സോറി ടു സേ ദിസ് ബട്ട് ദിസ് പോസ്റ്റ് സ്ക്രീംസ് ദിസ് ഈസ് എ ക്ലാസിക് കേസ് ഓഫ് ഗ്രൂമിങ്. അത് 1500+ ലൈക്സ് ആ കമൻറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ച് വിവരമുള്ള ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ്.
17 വയസ്സിന് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും 31 ഈ പ്രായമുള്ള ഒരു വ്യക്തി അതും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ പെൺകുട്ടിയെ കണ്ടെത്തിക്കുന്ന രീതി, അതിനുശേഷം ഉണ്ടായേക്കാവുന്ന കാര്യം, ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പലതരത്തിലുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സംഭവത്തിനെ കുറിച്ച് എനിക്കിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം ശരിയല്ല. സോ അത് പുള്ളിക്കാരൻ പറഞ്ഞു, ക്ലാസിക് കേസ് ഓഫ് ഗ്രൂമിംഗ് എന്ന് പറയുന്നു. അറിയുന്നവർക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് വ്യക്തമായി കൊടുക്കുക. നല്ല ഇതിനെക്കുറിച്ച് നല്ല നോളജുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ബ്രോ, ലെറ്റ് ദം ലീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം. പക്ഷേ നോ വൺ സ്റ്റോപ്പിംഗ് എനി വൺ ഫ്രം ലിവിങ് ദെയർ ലൈഫ് ബ്രദർ ഇസ് ദെയർ ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫ് തന്നെയാണെന്നാണ് അവിടെ അഭിജിത്ത് പറയുന്നത്. ബ്രോ, with due respect, you don't the facts and about us, please don't judge us based on this post. ഈ പോസ്റ്റ് കണ്ടിട്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യരുത്. I was just stating my opinion on this whole ordeal from the post and your accounts and stay safe. ഓക്കെ, സേഫായിട്ട് ജീവിക്കുന്ന കാര്യം പറയുന്നു. എനിവേ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് അധികം മറ്റേ വലിയ ആനക്കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ നേരത്തെ കണ്ട് പരിചയപ്പെട്ട കുടുംബ ബന്ധുവായിട്ടുള്ള കുടുംബത്തിൻ്റെ അകത്ത് വന്നൊരു സൗഹൃദത്തിലൂടെ വന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിന് അദ്ദേഹം ആ പെൺകുട്ടി അവരെ നന്നായിട്ട് പഠിച്ച് വളർന്ന് അപ്പോഴും ഇത് പ്രണയം നിലനിൽക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം ചെയ്യുകയല്ലേ ഒരു മാന്യമായ ഒരു രീതി. അതല്ലാതെ ഈ ഒരു സംഭവം ചെയ്തതിനോട് ഞാൻ പറയുന്നത് സമൂഹത്തിനോടും പെൺകുട്ടികളോടാണ്. മാരേജാണ് നിങ്ങളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് തെറി അറിയാമെങ്കിൽ പച്ചയ്ക്ക് തെറി വിളിച്ചേക്കുക. മാരേജ് അല്ല ലൈഫിൻ്റെ ഏറ്റവും വലിയ പരമമായ കാര്യം. നിങ്ങളുടെ ഏറ്റവും പരമമായ കാര്യം പരമാവധി എഡ്യൂക്കേഷൻ നേടുക, പരമാവധി ഉയരങ്ങളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കുക, ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആവുക. ഓക്കെ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. അല്ലാതെ നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ജീവിക്കുകയും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുകയും ഈ പ്രണയം മറ്റതും മറിച്ചും കോപ്പ് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പൈസ വേണം, ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി പല കാര്യങ്ങൾ കടന്നു പോകണം. അപ്പോഴൊന്നും ഈ ഒരു സാധനമൊന്നും കാണത്തില്ല. സോ നമ്മുടെ റിയൽ ലൈഫിൽ കേൾക്കുന്ന പല മാറ്റേഴ്സും ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസിൽ കാണുന്നു. നിങ്ങൾക്ക് ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും ഈ പെൺകുട്ടിയുടെയും ഇദ്ദേഹത്തിൻ്റെ മാരേജിനെ നമുക്ക് സമൂഹത്തിൽ എടുക്കാൻ കഴിയത്തില്ല. അതൊരിക്കലും മാതൃകാപരമല്ല, ഒരിക്കലും നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യും. അത് തള്ളിക്കളയുന്നു. ബട്ട് അവരുടെ ലൈഫ് നന്നായിട്ട് മാറട്ടെ. നമുക്കൊരിക്കലും കേട്ട വാർത്തകളെ പോലൊന്നും നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കട്ടെ. അതിനുള്ളത് അവർക്ക് ലഭിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ അംഗീകരിക്കുമോ? ഇത് കേൾക്കുന്ന പാരൻസിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ പാരൻസിൻ്റെയൊക്കെ ഒരു അവസ്ഥയും കൂടെ ചിന്തിക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.